ഈ അരമുക്കാൽ മണിക്കൂറിലധികം അവിടെ നിരങ്ങി അവിടെ ഈ 10-26 ആളുകളെ വെടിവെച്ച് കൊന്ന് ഈ നാടിന് മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിട്ട് പോയിട്ട് ദിവസം ഇന്നേക്ക് 10-20 ആവാൻ പോവുക. ഒരുത്തനെ പിടിച്ചോ, അവർക്കൊന്നും ഒരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിനും പിന്തുണ, സർക്കാരിന്റെ നടപടിക്ക് പിന്തുണ. കാരണം ഭീകരവാദത്തെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയുന്നതിനുള്ള സർക്കാരിന്റെ ഏത് നടപടിക്കും ഞങ്ങൾ പിന്തുണ നൽകുന്നു. രാജ്യം പുറത്തു നിന്നൊരു ആക്രമണം നേരിടുമ്പോൾ ഏത് ഗതികെട്ടവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഏത് വൃത്തികെട്ടവൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അതിനോട് സമ്പൂർണമായി യോജിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഈ രാജ്യത്തെ പൗരന്റെ മനസ്സാണ്. അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കിടന്ന് പൊളച്ചത്. മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ കണ്ണ്, തേങ്ങാക്കൊല എന്ന് വേണ്ട ഇവിടെ കിടന്ന RSSകാരും യുദ്ധഭ്രാന്തന്മാരും കിടന്ന് നടത്തിയ തള്ളലുണ്ടല്ലോ, അസഹനീയമായിരുന്നു. എന്തായാലും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ ഇന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. ഇന്നലെയും ശാന്തമായിട്ട് കിടന്നുറങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അതിന് പറ്റിയിരുന്നില്ല. എന്തൊക്കെയായിരുന്നു? 22-ാം തീയതി 26 പേരെ പേര് ചോദിച്ച് ഉടുമുണ്ടഴിച്ച് പരിശോധിച്ച് വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ പ്രശ്നമുണ്ടല്ലോ, ഭീകരവാദികളുടെ ആക്രമണം. ആ ഭീകരവാദികള് നിങ്ങൾക്കറിയോ, 200 കിലോമീറ്റർ അവർ ഇന്ത്യയുടെ അതിർത്തി കടന്നു വന്ന് ഈ പഹൽഗാം എന്ന് പറയുന്ന മെഡോയിലേക്ക്, താഴ്വരയിലേക്ക് അവർ നടന്നല്ലാതെ കാൽനടയായിട്ടല്ലാതെ അതല്ലെങ്കിൽ കുതിരയിലൂടെയല്ലാതെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഒടുങ്ങിയ സ്ഥലത്ത് വന്ന് ഈ അരമുക്കാൽ മണിക്കൂറിലധികം അവിടെ നിരങ്ങി അവിടെ ഈ 10-26 ആളുകളെ വെടിവെച്ച് കൊന്ന് ഈ നാടിന് മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിട്ട് പോയിട്ട് ദിവസം ഇന്നേക്ക് 10-20 ആവാൻ പോവുക. ഒരുത്തനെ പിടിച്ചോ, ഇന്ന് വരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ പോവാണ് തോന്നുന്നു. ശരി, ഭീകര താവളങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. വളരെ സ്പെസിഫിക് ആയി അവരുടെ കേന്ദ്രങ്ങൾ ഡിറ്റക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അവിടേക്ക് ആയുധങ്ങൾ പായിച്ച് നടത്തിയ സിന്ദൂർ, വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പേര്. കാരണം എന്താന്ന് വെച്ചാൽ 10-26ഓളം ആളുകളുടെ, സ്ത്രീകളുടെ, ഇന്ത്യയിലെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ ഒരു ഭീകരാക്രമണത്തിന് പ്രതികാരം കൊടുക്കാൻ ഏറ്റവും നല്ല പേര് ആ പേര് തന്നെയാണ് എന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ സൈനിക നടപടി എനിക്ക് വലിയ തോതിൽ അതിനോട് താല്പര്യം തോന്നി. എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന വികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്പറേഷൻ സൈന്യം നടത്താൻ പോകുന്നതിനോട് പൂർണ്ണമായും യോജിച്ചു വന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് അവർക്കൊന്നും ഒരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിനും പിന്തുണ, സർക്കാരിന്റെ നടപടിക്ക് പിന്തുണ. കാരണം ഭീകരവാദത്തെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയുന്നതിനുള്ള സർക്കാരിന്റെ ഏത് നടപടിക്കും ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കക്ഷികളും എല്ലാ സാമൂഹ്യ ഘടകങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്ന ഒരു കാഴ്ച. അവിടെയല്ലേ ഈ പറയുന്ന യുദ്ധഭ്രാന്തന്മാരൊക്കെ പൊട്ടിപ്പോയത്. ഇന്ത്യയിലെ മതസാമുദായിക ഘടകങ്ങൾക്കിടയിൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ആ ശ്രമം തന്നെയാണ് ആര് നടത്തിയത്? തീവ്രവാദികളും നടത്തിയത്. കാരണം അവർക്കറിയാം ഇന്ത്യയിൽ വലിയ തോതിൽ ഈ പറയുന്ന മതഭിന്നതയുടെ മൂർച്ച അനുഭവപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നറിയാവുന്നവരാണ് തീവ്രവാദികൾ. അവർ ആ ആയുധം തന്നെയാണ്, ആ അസ്ത്രം തന്നെയാണ് തൊടുത്തുവിട്ടത്. മതം ചോദിച്ചുകൊണ്ട് അവിടെ അവർ നടത്തിയ പേക്കൂത്ത്, 26 ആളുകളെ കാലവരിക്കയച്ച് അവർ നടത്തിയ താണ്ഡവം, അത് ഇന്ത്യയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നായിരുന്നു അവരുടെ നോട്ടം. അതിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പബ്ലിസിറ്റി കൊടുത്തത് ആരാ? ഈ എലമെന്റ്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ ഉടനീളം വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് രാപകലില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ ഈ പറയുന്ന RSSന്റെയും BJPയുടെയും പ്രവർത്തകന്മാർ, ഈ യുദ്ധകൊതിയന്മാർ നടത്തിയ ശ്രമം നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ അതിനെ ഈ രാജ്യം നേരിട്ടു. ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും നേരിട്ടു. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു കശ്മീരിലെ ജനതയെ. കശ്മീരിലെ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങി. ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ്, ഇത് കശ്മീരിനെതിരായിട്ടുള്ള യുദ്ധമാണ്, ഇതിനെതിരായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കശ്മീരിലെ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങിയ കാഴ്ച. അവിടെ പൊളിഞ്ഞുപോയി ഇവരുടെ ഈ പറയുന്ന പ്രചാരണം. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിനെതിരായി നിലകൊണ്ടപ്പോൾ ആദ്യം പൊട്ടി ഇവിടുത്തെ ഈ സംഘപരിവാർ യുദ്ധഭ്രാന്തന്മാര് ആദ്യം പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇതെന്താ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എത്രയോ യുദ്ധം ചെയ്തതാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രം ഈ ഭ്രാന്തന്മാർ പഠിക്കണം. 2014 ശേഷമല്ല ഇന്ത്യ ഉണ്ടായത്. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി
ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് യുദ്ധമുണ്ടായിട്ടുണ്ട് പലവട്ടം. അതിനുശേഷം ഏതാണ്ട് 1990 കൂടിയിട്ട് അത് ഭീകരവാദത്തിന്റെ സ്വഭാവത്തിൽ ഇന്ത്യയെ മുഴുവൻ എപ്പോഴും ഭീകര ആക്രമണത്തിന്റെ തണലിൽ നിർത്തുന്ന രീതിയിലേക്ക്, വളരെ നീചമായ ഒരു നയതന്ത്ര രാഷ്ട്രീയത്തിലേക്ക് പാകിസ്ഥാൻ പ്രവേശിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മുടെ എക്കാലത്തെയും വേദനയാണ് ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ. അതിനെ നേരിടുക എന്ന് പറയുന്നത് നമ്മുടെ എക്കാലത്തെയും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് രാജ്യത്തിന്റെ പ്രവർത്തനമാണ്, അത് ഏതെങ്കിലും കക്ഷിയുടേതല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു ആക്രമണം തീവ്രവാദികൾ നടത്തിയപ്പോൾ അവരുടെ പ്രൊപ്പഗൻഡ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയമായി ഭിന്നതയുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ വർഗീയ ഭ്രാന്തന്മാർ നടത്തിയ ശ്രമമുണ്ടല്ലോ, അതിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ രാജ്യം കണ്ട കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞു. എന്താണ് BGM ഇട്ടിട്ട് ഇതാ അമിത്ഷാ ശ്രീനഗറിലേക്ക് വരുന്നു, മ്യൂസിക്കാ BGM ഇട്ടിട്ട് അമിത്ഷാ ശ്രീനഗറിലേക്ക് വരുന്നു. ഞാൻ അന്നേ പറഞ്ഞു അമിത്ഷാ ഇതേപോലെ മണിപ്പൂരിലും പോയിട്ടുണ്ട്, 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ആ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന സംശയം തോന്നുന്ന നിലയിലാണ് ഇന്ന് മണിപ്പൂർ നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത്. ആ നിലയിലെ ആഭ്യന്തരമന്ത്രിയുടെ മണിപ്പൂർ പ്രയാണം പര്യവസാനിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇതാ സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന്റെ വിസിറ്റ് ചുരുക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. അപ്പൊ തന്നെ BGM ഇട്ടാണ് എന്ന് പറഞ്ഞിട്ട് BGM ഇട്ടിട്ട് ഒപ്പം സിംഹം മുന്നോട്ട് വരുന്ന രീതിയിലുള്ള ആനിമേഷനും അതുകൂടി ചേർത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തന്റെ വിദേശ യാത്ര വെട്ടിച്ചുരുക്കിക്കൊണ്ട് കടന്നു വരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. നമ്മളൊക്കെ ഉൾക്കൊണ്ടപ്പാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആക്കിയ ആളുകളാണ്. രാജ്യം പുറത്തു നിന്നൊരു ആക്രമണം നേരിടുമ്പോൾ ഏത് ഗതികെട്ടവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഏത് വൃത്തികെട്ടവൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അതിനോട് സമ്പൂർണ്ണമായി യോജിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഈ രാജ്യത്തെ പൗരന്റെ മനസ്സാണ്. ഈ രാജ്യത്തെ മാതൃഭൂമിയായി കാണുന്ന ഇവിടുത്തെ പൗരന്മാരുടെ ഒരു മനസ്സാണ്. ആ മനസ്സിനൊപ്പം ഈ രാജ്യത്തെ ജനങ്ങൾ നിന്നു. പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? എങ്ങോട്ടാ പോയത് നരേന്ദ്രമോദി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങോട്ടാ പോയത്? നേരെ പോയത് ഈ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെ കാണാൻ, ആശുപത്രി സന്ദർശിക്കാൻ ശ്രീനഗറിലേക്കോ കശ്മീരിലേക്കോ അല്ല. അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ ചെന്ന് ഉന്നതാധികാര യോഗങ്ങൾ വിളിച്ചുകൂട്ടുകയല്ല. എന്തിനധികം പറയുന്നു, ഇന്ത്യയിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിലൊന്ന് തല കാണിക്കാൻ പ്രോംപ്റ്റർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണമെങ്കിലേ അവിടുന്ന് എഴുതി കൊടുത്ത ചോദ്യങ്ങളായിരിക്കില്ലല്ലോ വരിക. അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാകണം അദ്ദേഹം ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. 1 അല്ല 2 വട്ടം യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഏർപ്പെട്ട സമയത്ത് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം പിന്നീട് വിളിച്ചു, അവിടെയും പങ്കെടുത്തില്ല. നേരെ പോയത് എങ്ങോട്ടാ? ബീഹാറിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി. ഞാൻ അന്ന് കണക്ക് കൂട്ടിയതാണ്, ഈ മനുഷ്യന് ഈ ആക്ഷനോട് ഒരു ഉത്തരവാദിത്വവുമില്ല, ഒരു ആത്മാർത്ഥതയുമില്ല. 1, 2 സംഭവങ്ങളല്ല, ഈ പറഞ്ഞ നടന്ന സംഭവത്തിലേക്ക് പോയില്ല. അവിടെ അപകടത്തിൽപ്പെട്ടവർ, പരിക്കേറ്റവരെ കാണാൻ പോയില്ല, അവരെ ആശ്വസിപ്പിക്കാൻ പോയില്ല. ഈ പറയുന്ന ആസൂത്രണങ്ങൾക്ക് വേണ്ടി ഒരുക്കം നടത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ സമയമുണ്ടായില്ല. നേരെ ചെന്നത് ബീഹാറിലാണ്. മറ്റൊന്ന് നമ്മൾ കണ്ടത് എവിടെയാ? കേരളത്തിൽ വന്നല്ലോ വിഴിഞ്ഞത്ത്. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്താ? ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ഒരു തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ, ഒരു യുദ്ധത്തിന്റെ ഈവിൽ നിൽക്കുമ്പോൾ, യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പലർക്കും കുരുപൊട്ടും എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസ്താവന ഇറക്കി. അപ്പൊ എത്രമാത്രം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം, ഒരുമിച്ച് പാകിസ്ഥാനെ നേരിടണം, ഒരുമിച്ച് തീവ്രവാദത്തെ എതിർക്കണം എന്ന ചിന്തയുണ്ട് എന്ന് അന്നേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ്. ഈ മനുഷ്യർ ഇതിനോട് ഒരു താല്പര്യവുമില്ല, ഒരാത്മാർത്ഥതയുമില്ല എന്ന്. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിലപാട് രാജ്യത്തിന്റെ ഭരണാധികാരി എടുക്കുമായിരുന്നു. പക്ഷെ എടുത്തില്ല. എന്തായിരുന്നു ഫലം? ഇന്നും ഏറ്റവും അവസാനം സർവകക്ഷി യോഗം ചേർന്നു. ആ സർവകക്ഷി യോഗത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? നമ്മളിത് യുദ്ധം നടത്തി. ഇന്ത്യയുടെ സൈനികർ ഈ രാജ്യത്തോടുള്ള കടപ്പാട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അത്യധ്വാനത്തിന്റെ ഭാഗമായി, അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി, രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി അവർ നടത്തിയ പോരാട്ടം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വളരെ മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് യുദ്ധം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പലവട്ടം നടന്നിട്ടുണ്ടെന്നേ. ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം.
നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമല്ല ഇന്ത്യ ഉണ്ടായത് എന്ന് ഇവിടുത്തെ സംഘപരിവാറുകാർ മനസ്സിലാക്കണം. അതിനു മുമ്പും ഈ രാജ്യമുണ്ട്. അതിനു മുമ്പും ഈ രാജ്യം പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ എന്തായിരുന്നു ഈ രാജ്യം ചെയ്തത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 1971 ഇന്ദിരാജിയുടെ നേതൃത്വത്തിൽ നടന്ന ആ യുദ്ധം പാകിസ്ഥാന്റെ നടുമുള്ളു മുറിച്ച് 2 കഷ്ണമാക്കിയിട്ടതാണ്. 93,000 പട്ടാളക്കാരെ യുദ്ധത്തടവുകാരായി പിടിച്ചതാണ്, ഒപ്പിടിച്ചതാണ്. അവരുടെ ഉടുമുണ്ടഴിച്ച് 93,000 പട്ടാളക്കാരെ അവിടെ സറണ്ടർ ചെയ്യിച്ച പാരമ്പര്യമുണ്ട് ഇന്ത്യയുടെ സേനയ്ക്ക്, അല്ലേ? അത് മാത്രമാണോ? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ട് ഷിംല കരാർ ഒപ്പിടിച്ചു. എന്താ ഷിംല കരാർ? നിങ്ങൾക്കിപ്പോ അതൊന്നും അറിയില്ല. ആ ഷിംല കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള എന്ത് പ്രശ്നങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് പാകിസ്ഥാനെ കൊണ്ട് ഒപ്പിടിച്ച തീരുമാനമാണ് ഷിംല കരാർ. ആ ഷിംല കരാറിന്റെ നഗ്നമായ ലംഘനമല്ലേ നമ്മൾ കണ്ടത്? മറ്റൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ട്വീറ്റ് ചെയ്യുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇറങ്ങി കയറിപ്പോടാ, രണ്ടുപേരും കളി നിർത്തി കയറിപ്പോ എന്ന് പറയുന്ന തരത്തിൽ ഞാൻ അതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും ഇതാ സീസ് ഫയറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യാണ്. ഇവിടെ നാട്ടുപുറത്ത് കുട്ടികൾ തമ്മിലടിക്കുമ്പോൾ കയറിപ്പോടാ എന്നൊരു കാരണവർ വിളിച്ചു പറയുന്നത് പോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുകയായി. ഇതിന് മാത്രം നാണക്കേട്, ഇതിലപ്പുറം നാണക്കേട് ഈ രാജ്യം നേരിടാനുണ്ടോ? ഷിംല കരാറിൽ മറ്റൊരു രാജ്യത്തിനും 1971 ശേഷം വർഷം എത്ര കണക്കൂട്ടി നോക്ക്, 2025 എത്തി നിൽക്കുമ്പോൾ ഇന്ന് വരെ ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു മൂന്നാം കക്ഷിക്കും ഇടപെടാൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ പലവട്ടം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലൂടെ ഈ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കാൻ ആവത് ശ്രമിച്ചിട്ടും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ഷിംല കരാർ കൊണ്ട് മാത്രം കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ആ ഷിംല കരാറിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒടുവിൽ മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഉടലെടുത്ത സംഘർഷത്തിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അത്തരത്തിൽ ഇന്ത്യയെ നാണം കെടുത്തിയ നടപടിയാണ് ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദിയിൽ നിന്നും അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനവർ മറുപടി പറയേണ്ടതുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വിക്രം മിശ്രി, യുദ്ധത്തിന്റെ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വിദേശകാര്യ സെക്രട്ടറിയുടെ ഹാൻഡിലിൽ ചെന്ന്, സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെന്ന് അയാളുടെയും അയാളുടെ മകളെയും വെച്ചുകൊണ്ട് ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി വലിയ തോതിൽ ചാറ്റ് ചെയ്യുകയാണ്, വലിയ തോതിൽ കമന്റ് ചെയ്യുകയാണ്. അയാളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളെ മൃഗീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളെയും അയാളുടെ മകളെയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ. അത്തരത്തിലാണ് ഈ പറയുന്ന ഭ്രാന്തന്മാർ, യുദ്ധക്കൊതിയന്മാർ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കണ്ടിട്ടുള്ളത്. അവരെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം അവർ നിറവേറ്റി. അവർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങളിതാ യുദ്ധം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ സീസ് ഫയറിലേക്ക് പോകുന്നു എന്ന തീരുമാനം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പൂട്ടിപ്പോകേണ്ടി വന്നു. അദ്ദേഹം ഓഫാക്കിയിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അത് പ്രൈവറ്റ് ചെയ്യേണ്ടി വന്നു. ആ രീതിയിലേക്ക് പോലും ആക്രമണം നടത്തുന്ന തരത്തിൽ. അത് മാത്രമാണോ? നമ്മൾ കണ്ടല്ലോ, 2 ധീരകളായ ഓഫീസർമാരെ, വ്യോമിക സിംഗിന് ഒരു ഭാഗത്തും അതുപോലെ തന്നെ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന മറ്റൊരു സൈനികയെ ഈ മറുഭാഗത്തും ഇരുത്തിക്കൊണ്ട് വിക്രം മിശ്രി നടത്തിയ പത്രസമ്മേളനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വലിയ തോതിൽ പരിഗണന ലഭിച്ച തരത്തിലുള്ളതായിരുന്നു. പക്ഷേ ആ വിക്രം മിശ്രിക്ക് നേരിടേണ്ടി വന്നത് എന്താണ്? ഈ വെടിനിർത്തൽ അദ്ദേഹം ഉണ്ടാക്കിയതാണോ? നിങ്ങളാണ് ഉത്തരവാദി എന്ന് നരേന്ദ്രമോദിയോട് വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്തവർ, നിങ്ങളാണ് ഈ വെടിനിർത്തൽ ഇത്തരത്തിൽ കൊണ്ടുവന്നത് എന്ന് പറയാൻ കഴിയാത്ത നിങ്ങൾ വിക്രം മിശ്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും ആക്രമിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മോബ് ലിഞ്ചിങ് നടത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയില്ലേ? എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ഔദ്യോഗികമായി ആ കാര്യങ്ങൾ, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോ? മെയ് 10 വിക്രം മിശ്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കണ്ടത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കയറി നിരങ്ങുകയാണിവർ. വായിൽ തോന്നിയ മുഴുവൻ തെറിയും വിളിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ ആക്ഷേപിച്ചുകൊണ്ട്, മകളെ റോഹിംഗ്യൻ അഭയാർത്ഥികളോടൊപ്പം ഉള്ളവളാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ആക്ഷേപങ്ങൾ. അത് അവിടെ കഴിഞ്ഞോ? പഹൽഗാമിൽ ദാരുണമായി കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി, അവർ പറഞ്ഞു ഇത് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള പ്രശ്നമല്ല, ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും ഇടയിലുള്ള ഒരു കുഴപ്പമായി ഇതിനെ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞ തെറിയുടെ കണക്കത്രയാ. അവിടെ മാത്രമാണോ? വിനയ് നിർവാളിന്റെ
സൈനികനായിട്ടുള്ള വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷിക്കെതിരായി ഇതേപോലെ തന്നെ അവർ കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. തനിക്കെതിരായി അതിശക്തമായിട്ടുള്ള മോബ് ലിഞ്ചിങ് എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. ഇങ്ങനെ തുടങ്ങി എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലാകെ യുദ്ധഭ്രാന്തി വിതറിക്കൊണ്ട് കശ്മീർ പിടിക്കാൻ പോകുന്നു. നമ്മൾ വിചാരിച്ചു കശ്മീർ കുറെ കൊല്ലമായി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരാതെ പോയ ഒരു പ്രദേശമാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, തവണ പിടിക്കും എന്നൊക്കെയാ പറഞ്ഞിരുന്നത് അല്ലേ. എന്തൊക്കെ തരത്തിലാണ് ഇവിടുത്തെ വാർത്തകൾ വന്നിരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള വാർത്തകൾ. അതിനു വേണ്ടിയിട്ട് ഭ്രാന്തമായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ദുഷ്ചെയ്തികളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ MDMA അടിച്ചവരെ പോലെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാത്ത തരത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ, അത് പ്രാദേശിക മാധ്യമങ്ങളാകട്ടെ ദേശീയ മാധ്യമങ്ങളാകട്ടെ, മത്സരിക്കുകയായിരുന്നു അവർ മണിക്കൂറുകൾ തോറും. ഈ പറയുന്ന സംഘർഷാവസ്ഥ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണത്. ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. അതിനെ പോലും ആഘോഷമാക്കുന്ന തൃശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ യുദ്ധമുഖത്തുള്ള കാര്യങ്ങളെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർ ഇതാ കീഴടങ്ങിക്കഴിഞ്ഞു, കറാച്ചി ഇതാ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ എന്തെല്ലാം വാർത്തകളാണ് പടച്ചുവിട്ടത്. അതിന്റെ ഓരോ ക്ലിപ്പ് എടുത്ത് ഇവിടുത്തെ യുദ്ധഭ്രാന്തന്മാരായിട്ടുള്ള സംഘപരിവാറുകാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിതറി രാജ്യത്ത് മുഴുവൻ ഒരു യുദ്ധ ഹിസ്റ്റീരിയ രൂപപ്പെടുത്തുന്ന തരത്തിലൊക്കെയല്ലേ ഇവിടെ പെരുമാറിയത്. നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് രാജ്യം ഒരു യുദ്ധത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിച്ച മറ്റൊരാളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. TG മോഹൻദാസ്. യുദ്ധഭ്രാന്തനായി ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന പാകിസ്ഥാനികളെ മുഴുവൻ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലണം എന്ന് വരെ പറഞ്ഞു വെച്ചു ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൈകാലുകളിലോ അല്ലെങ്കിൽ തൊലിക്ക് പുറമെ മാത്രമല്ല സോറിയാസിസ് ബാധിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ മനസ്സിന് സോറിയാസിസ് ബാധിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ കുഷ്ഠരോഗിയുടെ മനസ്സുമായിട്ടാണ് ഈ രാജ്യം നേരിട്ട ഏറ്റവും ദുരവസ്ഥയിലൂടെ കടന്നുപോയ സംഘർഷത്തെ, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധ സമാനമായ സാഹചര്യത്തെ കണ്ടത്. അപ്പുറത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നു തള്ളണം എന്ന തരത്തിൽ യുദ്ധവെറി പൂണ്ട ഒരു കുഷ്ഠരോഗിയുടെ മനസ്സാണ് TG മോഹൻദാസിന് നമ്മൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ എത്ര പേർ ആ രീതിയിൽ യുദ്ധം ഈ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്യില്ല, ഒരു യുദ്ധവും ഒരു രാജ്യത്തിനും ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പക്ഷെ അനിവാര്യമായ ആക്രമണങ്ങൾ നമുക്ക് മറുപടി കൊടുത്തേ പറ്റൂ. അത് മറുപടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അതിന് 10-15 ദിവസം ആലോചിച്ചിരുന്ന് നമ്മളൊക്കെ വിചാരിച്ചു. എന്താ പറഞ്ഞത്? മോക്ക് ഡ്രില്ല് നടത്തണം. നമ്മൾ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ ബെഞ്ചിനടിയിൽ പോകണം, മേശക്കടിയിൽ പോകണം, അല്ലെങ്കിൽ ഹൈവേയുടെ ചുവട്ടിലേക്ക് റോഡിൽ ഉള്ള ആളുകൾ അങ്ങനെ പോകണം, തണലിലേക്ക് പോകണം, രാത്രി ലൈറ്റ് ഓഫ് ചെയ്യണം, ജനൽ പാളികളിൽ പോലും കറുത്ത കർട്ടൻ തൂക്കണം, വെളിച്ചം പുറത്തേക്ക് പോകാത്ത രീതിയിൽ മോക്ക് ഡ്രില്ലൊക്കെ പ്രഖ്യാപിച്ചു. എന്തൊക്കെ സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പവനായി ശവമായി. മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗണ്ണ്, ഡ്രോണ്, അല്ലേ, മോക്ക് ഡ്രില്ല്, അവസാനം പവനായി ശവമായി. നമ്മുടെ രാജ്യം ഏർപ്പെട്ട ഒരു സംഘർഷാവസ്ഥയിൽ അവസാനം റഫറി കളി അവസാനിപ്പിച്ചതായിട്ട് വിളിച്ചു പറഞ്ഞതാരാ? നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മാമൻ. ഇതിൽ പരം നാണക്കേട് രാജ്യം നേരിടേണ്ടതുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണോ.